ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാമ്പഴത്തിൻ്റെ ചാറ് വെയിലത്ത് വെച്ച് ഉണക്കി തയ്യാറാക്കുന്ന മാമ്പഴത്തിരയാണ് നമ്മളിന്നിവിടെ കാണാനായിട്ട് പോകുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു 6 മാമ്പഴം തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 5 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ മധുരത്തിനോടൊപ്പം ഒരല്പം എരിവ് കിട്ടാൻ വേണ്ടി ഒരു നുള്ള് മുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചത്, ഓട്ടുവറ വറുത്ത് പൊടിച്ചെടുത്ത കുറച്ച് ജീരകവും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് ആക്കിയത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എരിവും പിന്നെ ജീരകപ്പൊടിയൊക്കെ ചേർത്തൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിന്നത് തയ്യാറാക്കുന്നത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടല്ല, പണ്ടത്തെ വിറകടുപ്പിൽ വെച്ചിട്ടാണ് ഞാനിത് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീടിൻ്റെ പുറത്തായിട്ട് ചോറൊക്കെ വെക്കാനായി ഈ വിറകടുപ്പാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. ഈ അടുപ്പിലേക്ക് ഞാനിവിടെ ഒരു ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാമ്പഴച്ചാറ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഒരു പച്ചമണം മാറുന്ന രീതിക്ക് പാകം ചെയ്തെടുക്കാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതിയാകും. ഇത് നമ്മുടെ മാമ്പഴച്ചാറ് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്നൊന്ന് വാങ്ങി വെക്കാം. ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് നമ്മളിങ്ങനെ തടവി കൊടുക്കുക. എന്നിട്ട് ഈ കൂട്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് പ്ലേറ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തട്ടി എല്ലായിടത്തും ഈ മാമ്പഴച്ചാറൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇതുപോലെ ഞാനിവിടെ 2 പ്ലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് 2-3 ദിവസം നല്ല വെയിൽ കൊള്ളിക്കണം. ഞാനൊരു ചെറിയ ഷാൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വിരിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം നോക്കി അത്യാവശ്യം ഉണക്ക് വന്നു. പിന്നെ മഴയായിരുന്നു, അതുകൊണ്ട് ഫാൻ്റെ കാറ്റത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്തു. ഇപ്പോൾ ഒരു അത്യാവശ്യം നമുക്ക് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പ്ലേറ്റിൽ നിന്ന് വിടുവിച്ചെടുക്കാം. നെയ്യ് തൂത്തിരിക്കുന്നത് അതുകൊണ്ടാണ് പ്ലേറ്റിൽ നിന്ന് എളുപ്പമെന്ന് നമുക്കിത് വിടുവിച്ച് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് എടുക്കേണ്ടതുണ്ട്. ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത ഓരോ ഭാഗവും നമുക്കിതുപോലെ റോള് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി റെസിപ്പി തന്നെയാണ് നമ്മുടെ ഈ മാമ്പഴത്തിര. പണ്ടുള്ളവരൊക്കെ കുറേയധികം മാമ്പഴം കിട്ടുന്ന സമയത്ത് ഉണക്കിയെടുത്ത് മാമ്പഴത്തിരയായിട്ടിത് സൂക്ഷിക്കുമായിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മാമ്പഴം കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.